ഇല്ല, ബൈബിളിലെങ്ങും ക്രിസ്തുമതം എന്നൊരു വാക്കുമില്ല. എന്നാൽ ശിഷ്യത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശിഷ്യത്വം? ഗുരുവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ശിഷ്യത്വം. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ വചനങ്ങൾ അനുസരിപ്പാൻ സ്വയമായി സമർപ്പിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. അങ്ങനെയുള്ളവർ സ്നാനപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്നാനപ്പെടണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയാണ് മനുഷ്യ ആഗ്രഹിച്ചത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ആദ്യം ഒരു ആലോചന വന്നു. അപ്പോൾ അതിൽ യേശുക്രിസ്തുവിനെ ഒരു അവതാരമായി അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പം മനുഷ്യ പറഞ്ഞു അത് വേണ്ട. അപ്പം പിന്നെ വേറെ ഒരു ആലോചന വന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ശിഷ്യത്വം പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അപ്പം പറഞ്ഞു അതും വേണ്ട. അപ്പം പിന്നെ ചിലർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യേ, നീ ആരെങ്കിലും നീ തന്നെ കണ്ടുപിടിച്ചോളം പറഞ്ഞു. അപ്പം മനുഷ്യ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിക്കുവാൻ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി തക്ക സമയത്ത് എനിക്ക് ആളിനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി ഏതാണെന്ന്. ആ വ്യക്തി ഏതാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അവൻ ഉയർന്നുന്നതനായി ഉത്തുംഗ പ്രഭാപുരനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, അവൻ ഉയർന്നുന്നതനായി ഉത്തുംഗ പ്രഭാപുരനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇത് കേട്ടപ്പോൾ ചിലരെങ്കിലും മനസ്സിൽ പറഞ്ഞു കാണും, എന്നാൽ പിന്നെ നമുക്ക് കാണാമല്ലോ. ഞാൻ പറയട്ടെ, വീണ്ടും സമയങ്ങൾ മുമ്പോട്ട് പോയി. ഒടുവിൽ ഒരാൾ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ഞാനും ചോദിച്ചു, മനുഷ്യൻ ഇതാണോ ആണെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഇത് തന്നെയാണ് പറഞ്ഞു. ശൂലേമി പറഞ്ഞതുപോലെ ഇവൻ തന്നെ യെരൂശലേം പുത്രിമാരി ഇവനാകുന്നു എൻ്റെ പ്രിയൻ എന്ന് പറഞ്ഞാൽ എന്നതിൽ തന്നെ ഇവൻ തന്നെയാണ്, ഇദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ വാക്ക് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പാസ്റ്റർ ദാസ് അവറുകൾ നിയുക്ത വരൻ്റെ പിതാവ് പാസ്റ്റർ ദാസ് അവറുകളെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയാകും. നിങ്ങൾ ആ പെൺകുട്ടിയെ ഒരുക്കി ഇങ്ങ് കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒരു ഡിമാൻഡുമില്ല. വി വിൽ നോട്ട് ഹാവ് എനി അതർ ഡിമാൻഡ്സ്. ഒരു ഡിമാൻഡുമില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ വീട്ടുകാരുടെ അവർ ഇഷ്ടം പോലെ ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, വളരെ കാലികമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇവിടെ ചെയ്തത്. റെലവൻ്റായിട്ടുള്ള പ്രസക്തമായ പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പാസ്റ്റർ ദാസിനെ ഒന്ന് കരങ്ങളടിച്ച് അഭിനന്ദിക്കാം.